MIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ പ്രവാചക മാതൃക പിന്തുടരണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രോഗികളുടെ കണ്ണീരൊപ്പാൻ സഹായിവാദി സലാം പ്രവർത്തനം വിപുലീകരിക്കുന്നു. സഹായി പ്രസിഡന്റ് UAE-യിൽ. നോട്ട് നിരോധനത്തെ എതിർക്കുന്നവർ പാകിസ്ഥാനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസികൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് സർക്കാർ എല്ലാവിധ ഗ്യാരണ്ടിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UAPA ദുരുപയോഗത്തിൽ ആക്ഷേപമുയരുമ്പോൾ അന്വേഷണം സ്വാഭാവികമെന്ന് ജേക്കബ് തോമസ്. മഹാരാജാസ് പ്രിൻസിപ്പലിനെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി. ക്യാമ്പസിനകത്ത് പോലീസ് കയറിയ നടപടി ശരിയായില്ല. വിശദമായ വാർത്തകളിലേക്ക്. ലോകത്തെ ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ പ്രവാചകന്റെ മാതൃക പഠിക്കുകയും പിന്തുടരുകയും ചെയ്യണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കൊളത്തൂർ ഇർഷാദിയയിൽ വനിതാ ശരീഅത്ത് കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോടും തീവ്രവാദത്തോടും വിശ്വാസിക്ക് യോജിക്കാനാവില്ല. ഫാക്കൽറ്റി ഓഫ് അഹ്ലുസുന്ന ഐഡിയോളജിയിൽ പഠനം പൂർത്തിയാക്കിയ 20 യുവ പണ്ഡിതർക്കുള്ള ബിരുദദാനവും കാന്തപുരം നിർവഹിച്ചു. പൊന്നമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഇർഷാദിയയുടെ ഈ വർഷത്തെ മീലാദ് സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇർഷാദിയ സിൽവർ ജൂബിലി പ്രഖ്യാപനവും തങ്ങൾ നിർവഹിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബായാർ തങ്ങൾ നേതൃത്വം നൽകി. ഇർഷാദിയ ഭവന പദ്ധതി ഉദ്ഘാടനം, മർക്കസ് ഹോം കെയർ പദ്ധതി പുരസ്കാര വിതരണം എന്നിവ സമ്മേളനത്തിൽ നടന്നു. പാർലമെന്റിൽ നോട്ട് നിരോധത്തെ എതിർക്കുന്നവർ പാകിസ്ഥാനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കള്ളപ്പണം അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ അതിർത്തിയിൽ വെടിയുതിർക്കാൻ തുടങ്ങും. ഈ ബഹളത്തിനിടയിൽ അവർ കള്ളപ്പണം ഇന്ത്യയിലേക്ക് അയക്കും. ഇതുപോലെയാണ് പാർലമെന്റിൽ ബഹളം വെക്കുന്ന രാഷ്ട്രീയ കക്ഷികളെന്ന് നരേന്ദ്രമോദി വാരാണസിയിൽ പറഞ്ഞു. സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ മദൻ മോഹൻ മാളവ്യ ക്യാൻസർ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തുകയായിരുന്നു മോദി. ഇന്ത്യയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയക്കാണ് താൻ തുടക്കമിട്ടതെന്ന് മോദി നോട്ട് നിരോധത്തെ പരാമർശിച്ച് പറഞ്ഞു. ശുചീകരണം നടത്തുമ്പോൾ കടുത്ത ദുർഗന്ധമുണ്ടാവും. നാം ഇപ്പോൾ കാണുന്നത് അതാണ്. എന്നാൽ ശുചീകരണം പൂർത്തിയാവുമ്പോൾ പഴയ ആ അവസ്ഥയല്ലല്ലോ എന്ന് നാം അത്ഭുതപ്പെടും. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ബഹളം വെക്കുന്നവർ പെരുമാറുന്നത് പാകിസ്ഥാനെ പോലെയാണെന്നും മോദി ആരോപിച്ചു. ഇന്ത്യ ദരിദ്ര രാജ്യമായതിനാൽ കറൻസി രഹിത സമ്പദ്വ്യവസ്ഥ സാധ്യമല്ലെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയെയും മോദി പരിഹസിച്ചു. ഇന്ത്യയിലെ 60% ദരിദ്രരാണെന്ന മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണെന്നും ഈ സർക്കാരിന്റേതല്ലെന്നും മോദി പറഞ്ഞു. കേരളത്തിൽ പ്രവാസികൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് എല്ലാവിധ ഗ്യാരണ്ടിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതു മേഖലയിലും സർക്കാരിനെ വിശ്വസിച്ച് നിക്ഷേപിക്കാം. കേരളത്തിന്റെ സർവ്വതല വികസനത്തിന് വലിയ തോതിൽ നിക്ഷേപം ആവശ്യമായതിനാൽ നിക്ഷേപകർക്ക് താങ്ങായി സർക്കാർ നിൽക്കുമെന്നും ദുബൈയിൽ അദ്ദേഹം വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി ദുബൈയിൽ ഒരുക്കിയ പ്രവാസി ബിസിനസ്സുകാരുമായുള്ള സംഗമത്തിൽ സംസാരിക്കവെയാണ് പ്രവാസികളുടെ ചെറുതും വലുതുമായ നിക്ഷേപത്തിന് ഗ്യാരണ്ടി സർക്കാർ തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. ഇതാദ്യമായാണ് പ്രവാസി നിക്ഷേപകർക്കു മുമ്പാകെ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു വാഗ്ദാനം നൽകുന്നത്. പ്രവാസി മലയാളികളുടെ നിക്ഷേപം ആകർഷിക്കാനായി പ്രവാസി നിക്ഷേപ സഹായ സെൽ രൂപവത്കരിക്കും. ഇതിനു പുറമെ പ്രമുഖ വ്യവസായികൾ അടങ്ങുന്ന പ്രവാസി നിക്ഷേപ കൌൺസിലും ഉണ്ടാകും. ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് നിക്ഷേപിക്കുന്നവർക്കുള്ള താങ്ങായി സർക്കാർ നിൽക്കുക എന്ന് തന്നെയാണ്. നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടി. ഇഷ്ടമുള്ള മേഖലയിൽ മുതൽ മുടക്കാൻ സാധിക്കും. നിക്ഷേപകർക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ നേരിട്ട് ബന്ധപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംവിധാനമുണ്ടാക്കും. ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിൽ ബന്ധപ്പെടാം. പുതിയ വ്യവസായ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായം നടത്താൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത അന്തരീക്ഷം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏകജാലക സംവിധാനം പുതിയ വ്യവസായ നയത്തോടെ പൂർണ്ണതോതിൽ നടപ്പാക്കും. വ്യവസായങ്ങൾ തുടങ്ങാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ തൊഴിൽ സാഹചര്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായും പിണറായി വിജയൻ വ്യക്തമാക്കി. 2.5 മണിക്കൂറോളം നീണ്ട സംഗമത്തിൽ ബിസിനസ്സുകാർ ഉന്നയിച്ച ആശങ്കകൾക്കും ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. 200ഓളം പേർ പങ്കെടുത്തു. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി ഉദ്ഘാടനം ചെയ്തു. ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായിരുന്നു. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പലിന് പിന്തുണയുമായി വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്.
വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകിയ പ്രിൻസിപ്പലിന്റെ നടപടി ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാരാജാസിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വൈസ് ചാൻസലറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. അതേസമയം മതസ്പർദ്ധയുണ്ടാക്കുന്ന ചുവരെഴുത്ത് നടത്തിയതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ PDPP ചുമത്തിയ സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ പൊതുസമൂഹത്തിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രിൻസിപ്പലിനെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയത്. അതിലെ എഴുത്തിന്റെ രീതിയും ഭാഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു ക്യാമ്പസിന് ചേർന്നതല്ല എന്ന് തോന്നിയ ആളാണ് പ്രിൻസിപ്പൽ കേസ് കൊടുത്തത് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് മറ്റേ DC, അതായത് ഡയറക്ടർ ഓഫ് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷന് എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, എന്താണ് ഭാഷ എന്ന റിപ്പോർട്ട് തരാൻ സംസ്ഥാന സർക്കാർ. അറസ്റ്റിലായവർ സാത്താൻ സേവക്കാരാണെന്നും ഇവരാണ് മതസ്പർദ്ധ വളർത്തുന്ന ചുവരെഴുത്ത് നടത്തിയെന്നും SFI പറയുന്നു. ഇക്കാര്യം യൂണിറ്റ് സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ SFIയുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ പുറത്താക്കപ്പെട്ട തങ്ങളെ പ്രിൻസിപ്പലും SFI നേതാക്കളും ചേർന്ന് ബലിയാടാക്കുകയാണെന്നാണ് അറസ്റ്റിലായ വിദ്യാർത്ഥികൾ പറയുന്നത്. UAPA അടക്കമുള്ള നിയമങ്ങൾക്കെതിരെ ആക്ഷേപം ഉയരുമ്പോൾ അന്വേഷണം നടക്കുമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. അത് ഭരണപ്രക്രിയയുടെ ഭാഗമാണ്. അന്വേഷണം നടക്കുന്നുവെന്നതിനർത്ഥം മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്നല്ലെന്നും ജേക്കബ് തോമസ് വിശദീകരിച്ചു. സംസ്ഥാനത്ത് UAPA അടക്കമുള്ള നിയമങ്ങൾ വ്യാപകമായി പോലീസ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ജേക്കബ് തോമസ് നിലപാട് വിശദീകരിച്ചത്. ആക്ഷേപങ്ങൾ വരുമ്പോൾ ആ ആക്ഷേപങ്ങളെ പറ്റി അന്വേഷണം നടത്തുക, ഏതൊരു നിയമത്തിന്റെ ബേസിസിലാണോ ആക്ഷേപം വരുന്നത് അതിനൊരു നടപടി എടുക്കുക എന്നുള്ളത് ഒരു ഭരണ പ്രക്രിയയുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു കർത്തവ്യമല്ലേ. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്നു അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുന്നത് മറ്റേയാൾ മനുഷ്യാവകാശം ലംഘിച്ചു എന്നുള്ളത് അർത്ഥമാവുന്നില്ല. ഒരു ചെറിയ ഇൻഫ്രിഞ്ച്മെന്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ചെറിയൊരു വയലേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ മനുഷ്യാവകാശങ്ങളെ വാല്യൂ ചെയ്യുന്നു. ഉന്നതമായ മനുഷ്യാവകാശ ബോധമുള്ള നാടായതുകൊണ്ടാണ് കേരളം നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത്. മാധ്യമപ്രവർത്തകനായിരുന്ന ജിബിന്റെ 1ാം ചരമവാർഷിക ചടങ്ങിൽ വായന, എഴുത്ത്, സമൂഹം എന്ന വിഷയത്തിൽ ജേക്കബ് തോമസ് പ്രഭാഷണവും നടത്തി. കൊടിഞ്ഞി കേരള മുസ്ലിം ജമാഅത്ത്, SYS, SMA, SJM, SSF, SBS സംഘകുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 23 നാളെ വൈകുന്നേരം 4 മണിക്ക് നബിദിന ബഹുജന റാലി നടക്കും. പ്രദേശത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ ദഫ്, സ്കൌട്ട്, അറബന തുടങ്ങിയ കലാപരിപാടികൾ നബിദിന റാലിക്ക് മാറ്റുകൂട്ടും. അസർ നിസ്കാരാനന്തരം കൊടിഞ്ഞി പാലാ പാർക്കിൽ നിന്നും ആരംഭിക്കുന്ന റാലി ഫാറൂഖ് നഗറിൽ സമാപിക്കും. തുടർന്ന് തിരൂരങ്ങാടി ഡിവിഷൻ SSFന്റെ ആഭിമുഖ്യത്തിൽ മീലാദ് സമ്മേളനം നടക്കും. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന നേതൃത്വം പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അബ്ദുറൌഫ് സഖാഫി, CK നഗർ, PV അഹമ്മദ് കബീർ എളേറ്റിൽ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. വേദിയിൽ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ സംബന്ധിക്കും. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞിയിൽ കൊല്ലപ്പെട്ട ഫൈസലിന്റെ മാതാവ് മീനാക്ഷി ഇസ്ലാം മതം സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നിന്നും കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങിയെത്തി. ജമീല എന്ന പുതിയ പേര് സ്വീകരിച്ചു. ഇസ്ലാമികാന്തരീക്ഷത്തിലുള്ള ജീവിതശൈലിയിൽ ആകൃഷ്ടയായാണ് ഫൈസലിന്റെ മാതാവ് ഇസ്ലാമിലേക്ക് കടന്നുവന്നത്. 1 വർഷം മുമ്പ് സൌദിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഫൈസലിനെ കഴിഞ്ഞ മാസമാണ് RSS കാബാലികർ അതിദാരുണമായി കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രശസ്തമായ ഇസ്ലാമിക കലാശാല ജാമിയ ഇഹ്യാഉസ്സുന്ന മീലാദ് സമ്മേളനം അടുത്ത ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഒതുക്കുങ്ങൽ മഖ്ദൂമാബാദിലെ ഉസ്താദുൽ അസാത്തീദ് നഗറിൽ നടക്കും. ആത്മീയ മജ്ലിസ്, മതപ്രഭാഷണം, പ്രാസ്ഥാനിക സംഗമം, മീലാദ് റാലി, ഹുബ് റസൂൽ സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ശനിയാഴ്ച രാവിലെ 8:30 ഉസ്താദുൽ അസാത്തീദ്, OK ഉസ്താദ്, കൈപ്പറ്റ ഉസ്താദ് എന്നീ മഹത്തുക്കളുടെ ഖബർ സിയാറത്തോടെ മീലാദ് സമ്മേളനത്തിന് തുടക്കമാവും. സിയാറത്തിന് സമസ്ത പ്രസിഡന്റും ഇഹ്യാഉസ്സുന്ന പ്രിൻസിപ്പലുമായ റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ നേതൃത്വം നൽകും. തുടർന്ന് 2 ദിവസങ്ങളിലായി കോളേജ് വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത മത്സര പരിപാടിയായ ഫിദാഖ് 2016 നടക്കും. തിങ്കളാഴ്ച തുടങ്ങുന്ന ഹുബ് റസൂൽ സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവർ പ്രഭാഷണം നിർവഹിക്കും. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് നടക്കുന്ന മൌലിദ് സംഗമത്തിൽ കേരളത്തിലെ പ്രമുഖ സാദാത്തുക്കൾ, പണ്ഡിതർ, നേതാക്കൾ, മുതഅല്ലിമുകൾ, സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായ് വാദ്യസലാം രോഗികളുടെ കണ്ണീരൊപ്പാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 4 കോടി ചെലവിൽ പൂനൂരിൽ അതിവിപുലമായ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു.
കൂടാതെ മരുന്ന് കമ്പനികൾ വൻ കൊള്ളലാഭം കൊയ്യുമ്പോൾ 180 രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന മരുന്ന് വെറും 13 രൂപയ്ക്ക് ലഭിക്കുന്ന മെഡിക്കൽ ഷോപ്പ് ഈ മാസം 25-ന് അടുത്ത ഞായറാഴ്ച കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സഹായിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സഹായിയുടെ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. സഹായിയുടെ ആവശ്യാർത്ഥം UAE-യിലെത്തിയ അബ്ദുള്ള സൈദി ചെറുവാടി ദുബായ് സ്റ്റുഡിയോയിലുണ്ട്. അബ്ദുള്ള സൈദിക്ക് KMSC ന്യൂസിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് സഹായിയുടെ ഭാവി പദ്ധതികൾ? എന്തൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ച് 20 വർഷത്തോളമായി സഹായി വാദി സലാം കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ സാന്ത്വന സംരംഭത്തിന്റെ ഭാഗമാണത്. അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന്, ഭക്ഷണം, രക്തദാനം, ഡയാലിസിസിനും ടെസ്റ്റിനും ഒക്കെയുള്ള സഹായം, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ നൽകി സഹായി വാദി സലാം വളരെ അത്യാവശ്യമായ സേവന രംഗങ്ങൾ തെരഞ്ഞെടുത്ത് അതിന്റെ പ്രവൃത്തികൾ തുടരുകയാണ്. എല്ലാ ദിവസവും ഷീട്ടുമായി വരുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കും. എത്ര വിലയുടേതാണെങ്കിലും ശരി, യാതൊരുവിധ റെക്കമെൻഡും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനയോ മതമോ ജാതിയോ ഗ്രൂപ്പോ വിഭാഗീയതയോ ഒന്നും പരിഗണിക്കാതെയാണ് നൽകുന്നത്. 500-ൽ പരം വരുന്നവർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. റമദാനിൽ 1500 ആൾ ഓരോ ദിവസവും നോമ്പ് തുറയും അത്താഴത്തിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും പരിസരങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലും ബ്ലഡ് ആവശ്യമായി വരുന്നവർക്ക് അത് നൽകുന്നു. ഓരോ ദിവസവും 21 പേർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഇന്നിപ്പോൾ സഹായിക്കുന്നുണ്ട് അതിന്റെ ഡയാലിസിസ് സെന്ററിൽ. എന്നാൽ ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഇനിയും വളരെ വിപുലമായ കുറെ പദ്ധതികൾ നമുക്ക് വളരെ അടുത്ത് തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ഏറ്റവും കുറഞ്ഞ വിലക്ക് മരുന്ന് ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ഷോപ്പാണ്. അൽഹംദുലില്ലാ അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളും പൂർത്തീകരിച്ചു. അത് ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് മെഡിസിനും അതുപോലെ തന്നെ സർജിക്കൽസ് ഉപകരണങ്ങളും നൽകുക എന്നതാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം വരുന്ന 25-ാം തീയതി കോഴിക്കോട് സ്വപ്നനഗരിയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കും. എന്ന് പറഞ്ഞാൽ വലിയ വിലക്കുറവിൽ ആളുകൾക്ക് മരുന്ന് ലഭ്യമാക്കൽ അതിന്റെ ലക്ഷ്യം. അത് വന്നു കഴിഞ്ഞാൽ SOS സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കുന്ന മെഡിക്കൽ കാർഡിന്റെ മെഡിസിൻ അവിടുന്ന് നൽകാം. അതുപോലെ തന്നെ കേരളത്തിലെ സാന്ത്വന കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കളെ അവിടുന്ന് നൽകാൻ സാധിക്കും. അതിന്റെ പുറമെ ജനൌഷധി എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽസ് ജനറ്റിക് മരുന്നുകൾ നൽകാൻ 300 രൂപന്റെ മരുന്ന് 10 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനൌഷധി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന് 2.5 ലക്ഷം രൂപ ഗവൺമെന്റിന് അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത് അത് പാസ്സായി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് സെന്റർ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു അഭ്യുതകാംക്ഷി പൂനൂരിൽ സ്ഥലം നൽകുകയും അതിന്റെ തറക്കല്ലിടൽ കർമ്മം വളരെ പെട്ടെന്ന് നടന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കും. അതിൽ 30 ബെഡുകളുള്ള ഒരു ദിവസം 90 പേരെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന വിപുലമായ പദ്ധതിയാണ്. അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ടെസ്റ്റും ചികിത്സയും നടത്താനുള്ള ഒരു നെഫ്രോളജി ക്ലിനിക്ക്, പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാഷ്വാലിറ്റി, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് നൽകുന്ന ഒരു അക്കാദമി, ഇങ്ങനെ വലിയ ഒരു മെഡിക്കൽ കോംപ്ലക്സ് ആണ് പദ്ധതിയുള്ളത്. ഈ 2 പദ്ധതികളും വളരെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. മെഡിക്കൽ ഷോപ്പിന്റെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ച് 25-ാം തീയതി അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ദിവസം തന്നെ നമുക്ക് ഭക്ഷണത്തിന് തന്നെ 5000 രൂപ ചെലവാണ്. ഒരു മാസം 5 ലക്ഷം രൂപ ചെലവുണ്ട്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന നോട്ട് പ്രതിസന്ധി നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും ലോകത്തെല്ലാ ഇടങ്ങളിലും ഉള്ളവരും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സജീവമാക്കാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി അബ്ദുള്ള സൈദി ചെറുവാടി KMSC ന്യൂസിൽ പങ്കെടുത്ത് വിശദീകരണങ്ങൾ നൽകിയതിന്. മറ്റു വാർത്തകളിലേക്ക്. മടവൂർ CM സെന്ററിന്റെ കുത്തുബുൽ ആലം ദഅ്വ കോളേജിൽ നിന്ന് 2015-16 വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സനദ്ദാന ജൽസ സമാപിച്ചു. ജൽസ KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചെറിയ ആലിക്കുഞ്ഞു മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അറിവ് സ്വായത്തമാക്കുന്നതോടൊപ്പം താഴ്മയും വിനയവും കൈമുതലാക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. സയ്യിദ് യൂസഫുൽ ജീലാനി വയലത്തൂർ വിദ്യാർത്ഥികൾക്ക് തലപ്പാവ് അണിയിച്ചു.
സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് സനത് കൈമാറി. ടി കെ അബ്ദുറഹ്മാൻ ബാഖവി സനത് ദാന പ്രഭാഷണം നടത്തി. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി അവാർഡ് ദാനം നടത്തി. മുസ്തഫ സഖാഫി മരഞ്ചാട്ടി, മുഹമ്മദ് ദാരിമി തുടങ്ങിയവർ പ്രസംഗിച്ചു. സയ്യിദ് സക്കരിയ അൽ ജീലാനി, കെ ആലിക്കുട്ടി ഫൈസി, അഹമ്മദ് കുട്ടി സഖാഫി മുട്ടാഞ്ചേരി, ടി എ മുഹമ്മദ് അഹ്സനി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. മർക്കസ് ബനാത്ത് 23 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി നടക്കുന്ന അലുമിനി ഫാമിലി മീറ്റ് മർക്കസ് ഗേൾസ് ക്യാമ്പസിൽ ഞായറാഴ്ച 9:30 മുതൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. മർക്കസ് ഹാദിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും. ഹാദിയയ്ക്ക് കീഴിലുള്ള സെന്ററുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് സ്ഥാപന മേധാവികൾ ഏറ്റുവാങ്ങും. മർക്കസ് ബനാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർ പങ്കെടുക്കണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ പ്രവാചക മാതൃക പിന്തുടരണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രോഗികളുടെ കണ്ണീരൊപ്പാൻ സഹായിവാദി സലാം പ്രവർത്തനം വിപുലീകരിക്കുന്നു. സഹായി പ്രസിഡന്റ് UAE-യിൽ. നോട്ട് നിരോധനത്തെ എതിർക്കുന്നവർ പാകിസ്ഥാനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസികൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് സർക്കാർ എല്ലാവിധ ഗ്യാരണ്ടിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹാരാജാസ് പ്രിൻസിപ്പലിനെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി. ക്യാമ്പസിനകത്ത് പോലീസ് കയറിയ നടപടി ശരിയായില്ല. UAPA ദുരുപയോഗത്തിൽ ആക്ഷേപമുയരുമ്പോൾ അന്വേഷണം സ്വാഭാവികമെന്ന് ജേക്കബ് തോമസ്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.